ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ, നമ്മുടെ മുളക് ബജ്ജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മുളക് നല്ല ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുത്ത് അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒത്തിരി എരിവുള്ള മുളകാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് നേരം വെക്കും, തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊക്കെ അതിൽ മുക്കി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ജിഞ്ചറും ഗാർലിക്കും കൂടെ നല്ല ഇടിച്ച് നീരെടുത്തതാണ്. നല്ല ഫൈനായി അരച്ച പേസ്റ്റ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി മുളക് പൊടി വേണ്ട കേട്ടോ, എരിവ് കൂടിപ്പോവും. പിന്നെ ഒരു അല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം സോഡാ പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്, നമുക്ക് ലൈക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ മുളകെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുളകിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കയറിയിട്ടോ നോക്കിയിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് മുളക് ഇതുപോലെ മുക്കിയെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനായിട്ട് വേണ്ടെങ്കിൽ നടു കീറി എടുത്തിട്ട് 2 പീസായിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുളക് നല്ല കളറെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.